ഹരിത കർമ്മസേനയുടെ പ്രതിഷേധത്തിനിടെ കോഴിക്കോട് കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കുഴഞ്ഞു വീണതിൽ കേസ്. ഹരിത കർമ്മസേന പ്രവർത്തകർ ഉൾപ്പെടെ 50ഓളം പേർക്കെതിരെയാണ് കേസെടുത്തത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. പ്രതിഷേധത്തിനിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സുജാതയാണ് കുഴഞ്ഞു വീണത്. ഹരിത കർമ്മസേനയുടെ വാഹനത്തിന്റെ ഡ്രൈവറായി വനിതയെ നിയമിച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം. അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി. അഭിജിത്ത്, എന്താണ് ഈ സംഭവം? എന്താണിപ്പോൾ കേസെടുക്കാനുള്ള കാരണം? സ്മൃതി, കഴിഞ്ഞ 11 ദിവസമായി കോട്ടൂർ പഞ്ചായത്തിന് മുൻപിൽ ഹരിതകർമ്മസേനയുടെ ഉപരോധം നടക്കുകയാണ്. ഈ UDF ഭരിക്കുന്ന ഭരണസമിതി അവർ ഹരിതകർമ്മസേനയുടെ വാഹനത്തിൽ ഒരു വനിതാ ഡ്രൈവറെ നിയമിച്ചതിനെതിരെയാണ് ഒരു വിഭാഗം ഹരിതകർമ്മസേന പ്രവർത്തകരുടെ പ്രതിഷേധം. ഇന്നലെയും ഈ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധം നടക്കുന്നതിനിടയിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ സുജാത എത്തി. അതിനിടയിൽ അവിടെ ഒരു ഉന്തും തള്ളുമുണ്ടായി, വാക്കുതർക്കമുണ്ടായി. അതിനിടയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇവരെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇവരുടെ ശരീരത്തിലൊക്കെ പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിലാണ് ഇപ്പോൾ 50ഓളം പേർക്കെതിരെ ഈ സുജാത നൽകിയ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പരാതിയിൽ ബാലുശ്ശേരി പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് ഈ കേസ്. ഈ പരാതിക്ക് ആധാരമായ സംഭവം എന്നുള്ളത്, അതായത് ഈ വനിതാ ഡ്രൈവറെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ് CPM അനുഭാവമുള്ള ഒരു വിഭാഗം ഹരിതകർമ്മസേന പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. സ്മൃതി, കയറ്റിറക്കമുള്ള റോഡിലൊക്കെ ഈ വനിതാ ഡ്രൈവറെ നിയമിച്ചു കഴിഞ്ഞാൽ അവർക്കത് കൃത്യമായി ചെയ്യാൻ കഴിയുകയില്ല. നേരത്തെ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. മറ്റ് ഡ്രൈവറുടെ സഹായം തേടിയാണ് ഈ വനിതാ ഡ്രൈവർ തന്റെ ജോലി ചെയ്തത് എന്നൊക്കെയാണ് ഈ ഹരിതകർമ്മസേന പ്രവർത്തകർ ആരോപിക്കുന്നത്. അതേസമയം തന്നെ കൃത്യമായ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ജോലിക്ക് കയറിയത് എന്ന് ഈ വനിതാ ഡ്രൈവർ പറയുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ അവിടെ അങ്ങനെ ഒരു വിവാദം നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കുഴഞ്ഞു വീഴുന്നതും ഒരു കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.